ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പ്രധാന ആവശ്യം നമ്മുടെ മക്കൾ നല്ലതുപോലെ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പം വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന അതാണ് എല്ലാ രക്ഷിതാക്കളും. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫെങ്ഷുവിൽ ചെയ്യാം? ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ദിക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. ഏതൊരു വീടിൻ്റെയും നോർത്ത് ഈസ്റ്റ് ഭാഗം നമുക്ക് എങ്ങനെ നമ്മളത് ആ ഭാഗത്തെ നമ്മൾ നോക്കിക്കാണുന്നു, അതുപോലെയാണ് നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം. വിദ്യാഭ്യാസപരമായിട്ടൊന്നുമല്ല, ഒരു വീടിൻ്റെ ഏറ്റവും ഉയർച്ച ആ വീടിൻ്റെ നോർത്ത് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഒരു വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈശാനകോണ്, വടക്ക് കിഴക്ക് ഭാഗം. അത് നമ്മളൊരു വീടിനെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ ആ ഭാഗം മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ വളർച്ച മറ്റു വീടുകളെ അപേക്ഷിച്ച് പിന്നിലോട്ടായിരിക്കും. കാരണം വടക്ക് കിഴക്ക് നമുക്ക് വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതൊരു സങ്കല്പത്തിൽ കൊടുത്തുകൊണ്ട് ആ ഭാഗത്ത് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആകാൻ പാടില്ല. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്ക്. വിദ്യാഭ്യാസമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഒരുപാട് ടൂളുകൾ ഫെങ്ഷുവിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൂളുകൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുമുണ്ട്. പലരും പറയുന്നുണ്ട് ഒരു വിദ്യാഭ്യാസത്തിന് മുന്നോട്ടായി കഴിഞ്ഞാൽ ഒരു പഗോഡ ടവർ വെച്ചാൽ മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ഗ്ലോബ് വെച്ചാൽ മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു ലോക്കറ്റ് ധരിച്ചാൽ മാറ്റം ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അത് ചെയ്തപ്പോൾ പലരും വിളിച്ച് പറയുന്നുണ്ട്, സാറേ ക്രിസ്റ്റലിൻ്റെ ലോക്കറ്റ് വാങ്ങിച്ചിട്ടപ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട്, ഇപ്പം മോൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ മോൻ പഠിക്കുന്നുണ്ട്, കുറച്ച് മാറ്റങ്ങളുണ്ട്, ആ ഒരു അലസതയൊക്കെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഗോഡ വെച്ചിട്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ മറ്റേ ക്രോസിംഗ് കാർപ്പ് എന്ന് പറയുന്ന അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നു. അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരാൾ മാത്രം പറയുന്നതല്ല. ഫെങ്ഷു എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ട് മറ്റ് തലമുറകളായി ഓരോ ആൾക്കാർ ചെയ്തു വന്നത് നമ്മളും പഠിച്ച് നമ്മളും അത് മറ്റുള്ള വീടുകളിലും സ്വന്തം വീടുകളിലും പരീക്ഷിച്ച് അത് ശരിയാണെന്ന് കണ്ടിട്ട് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഓരോ ടൂളുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, ഇതൊരു ടൂൾ വെച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടായോ, അല്ലെങ്കിൽ എനിക്കത് ജോലി കിട്ടി. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ജോലി കിട്ടാനായിട്ട്. ഇപ്പോൾ ജോലി കിട്ടാനായിട്ട് നമ്മൾ മെറ്റൽ ടോട്ടോയ്സ് കൊടുക്കുന്നുണ്ട്. മെറ്റൽ ടോട്ടോയ്സ് കൊടുത്ത് അതുകൊണ്ട് വെച്ചപ്പോഴത്തേക്ക് പറയുന്നത്, സാറേ മെറ്റൽ ടോട്ടോയ്സ് വെച്ച് എനിക്കൊരു 21ാമത്തെ ദിവസത്തിനകത്ത് വെച്ച് എനിക്കത് ജോലി കിട്ടി. അല്ലെങ്കിൽ അപ്പോൾ ഒന്നുമില്ലാത്തവന് കിട്ടത്തില്ല. നമ്മൾ അതിലൂടെ അതിൻ്റെ പ്രയത്നം കൂടെ ചെയ്യണം. അല്ലാതെ നമ്മൾ ജോലിയെപ്പറ്റി ഒരു കാര്യങ്ങളും മുന്നോട്ട് നീക്കാതെ ഒരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ജോലി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തികൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. എന്നിട്ട് അതിനോടൊപ്പം ഇത്തരം ടൂളുകൾ കൂടെ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വേഗത്തിൽ നടക്കുന്നതായിരിക്കും. എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി പെട്ടെന്ന് ആ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഫെങ്ഷുയുടെ ടൂളുകൾ ഉറപ്പായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഇന്ന് ഇപ്പം നമുക്ക് അറിവിനായിട്ട് ഏറ്റവും ഫെങ്ഷുവിൽ ഉപയോഗിക്കുന്നത് ഇത് ആനയുടെ ഈ സിമ്പൽ ഉപയോഗിക്കാം, ഫോട്ടോ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് പടിഞ്ഞാറ് വശത്ത് ലിവിങ് റൂമിൻ്റെ പടിഞ്ഞാറ് വശത്ത് വയ്ക്കുന്നത് നമുക്ക് അറിവിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ട് തുമ്പിക്കൈ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു ആനയാണ്. ഇത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ രണ്ട് സൈഡുകളിലും ഇതിലത്തെ രണ്ട് സ്റ്റാച്ചു വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ, അതായത് മെയിൻ ഡോറിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു സ്റ്റാച്ചു വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ ഏതാണോ, അതിപ്പം എന്തിലായാലും ശരി തന്നെ, ഏത് തൊഴിലായാലും ശരി, അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് നമ്മൾ വരാനായിട്ട് ഈ ഒരു ടൂള് നിങ്ങൾ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ഫെങ്ഷു എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ടെന്നും അതിൽ ഇതുപോലുള്ള ഓരോ ടൂളുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്നും അത് വയ്ക്കേണ്ടതായിട്ടുള്ള കറക്റ്റ് സ്ഥലത്ത് നമ്മളത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഫെങ്ഷു എന്ന് പറയുന്ന ഈ ഒരു സയൻസ് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.